ഹായ് എവരി വൺ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബേസിക് പാരാമീറ്റേഴ്സ് ഇലക്ട്രിക്കൽ ഫണ്ടമെൻറ്റൽസിൽ കറൻ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കറണ്ട് എന്ന് പറഞ്ഞാൽ ബേസിക് ഫോം I=Q/T, കൂളം പെർ സെക്കൻഡ് അല്ലെങ്കിൽ ആംപിയർ ആണ് അതിൻ്റെ യൂണിറ്റ് വരുന്നത്. ലൈറ്റ്നിങ് എന്ന് പറയുമ്പോൾ അവിടെയും കറൻറ്റിൻ്റെ ഡിസ്ചാർജിങ് ആണ് നടക്കുന്നത്. ട്രാൻസിയൻ കറൻ്റാണ് ആക്ച്വലി, അതായത് 10⁴ ആംപിയർ, ക്ലൗഡ് ടു ക്ലൗഡ് അല്ലെങ്കിൽ ക്ലൗഡ് ടു എർത്ത്, ഇങ്ങനെയാണത് ഫോം ചെയ്യുന്നത്. ദെൻ ചാർജസ് ഫ്ലോ ഇൻ എ സ്റ്റഡി മാനർ എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് എടുക്കുമ്പോൾ ട്രാൻസിസ്റ്റർ, റേഡിയോസ്, അതുപോലെ തന്നെ ഹിയറിംഗ് എയ്ഡ്സ് പറയാം, അതുപോലെ ടോർച്ച് പറയാം, സെൽ ഡ്രിവൺ ക്ലോക്സ്. അപ്പോൾ ഇതൊക്കെ സ്റ്റഡി കറണ്ട് ഫ്ലോ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. 1 മില്ലി ആംപിയറിൻ്റെ കൺവേർഷൻ 10⁻³ ആംപിയർ, മൈക്രോ ആണെങ്കിൽ 10⁻6 ആംപിയർ. ദെൻ കറൻറ്റ് ഇൻ ഡെയിലി ലൈഫ് അപ്ലയൻസസിൽ ഇപ്പോൾ നമുക്ക് പറയാം 1 ആംപിയർ ആണ് അപ്രോക്സ്. ഹ്യൂമൻ നെർവ്സിലാണെങ്കിൽ 1 മൈക്രോ ആംപിയർ ആണ്, 10⁻6 ആണ്. കൺവെൻഷണൽ കറൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് കറൻറ്റ് ഉണ്ട് അല്ലേ. പോസിറ്റീവിൽ നിന്നുള്ള ഫ്ലോ, അതാണ് കൺവെൻഷൻ. ഇലക്ട്രോണിക് എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച് നെഗറ്റീവ് ഒറിജിൻ വരുന്ന കോൺസെപ്റ്റ് വരണം. ഓക്കെ, കറൻറ്റ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതായത് കറൻറ്റിന് ലൈക്ക് ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡ് ഉണ്ടെങ്കിലും സ്കെയിലാർ ക്വാണ്ടിറ്റിയിലാണ് നമ്മളിത് ഇൻക്ലൂഡ് ചെയ്യുന്ന. റീസൺ വെക്റ്റർ അഡീഷൻ അത് ഒബേ ചെയ്യുന്നില്ല. കറൻറ്റ് NE/T ഉണ്ട്, അതുപോലെ തന്നെ NEF ഇക്വേഷൻ ഉണ്ട്, EV/2πr ഉണ്ട്. അതൊക്കെ ബേസിക് ഇക്വേഷനാണ്, ഓർത്ത് വയ്ക്കുക. ദെൻ 1 ആംപിയറിൽ 6.25 × 10⁻18 ഇലക്ട്രോണിക് ചാർജസ് പെർ സെക്കൻഡ്, N=AT/E വെച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. ഓക്കെ, എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.